വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നത്, ഉച്ചയായല്ലേ. എങ്കിൽ പോലും എല്ലാ കൂട്ടുകാർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെ തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഷെൻസിയാണ്. ഷെൻസി അങ്ങനെ തിരിച്ച് തന്റെ താമസ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഒരാൾ ഷെൻസിയെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഷെൻസി മുന്നേ ക്യാപിറ്റലിലേക്ക് എത്തിയപ്പോ ഷെൻസിയെ അവളുടെ രണ്ടാനമ്മയുടെ വാക്ക് കേട്ട് ഉപദ്രവിക്കാൻ നോക്കിയ ഒരാളുണ്ടല്ലോ, അയാളെ ഇപ്പോ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കി നിൽക്കുന്ന ആ പയ്യൻ സ്വയം പരിചയപ്പെടുത്തുന്നത് ഇമ്പീരിയൽ ഗാർഡാണ് താൻ എന്ന് പറഞ്ഞാണ്. കൂടാതെ ആ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ഫാമിലിയിലെ അനന്തരാവകാശിയാണ് താനെന്ന് പറഞ്ഞ് ആ കുടുംബത്തിന്റെ പേരൊക്കെ പറയുമ്പോ ഈ ഒരാളെ കാണുമ്പോഴും കാണുന്ന കണക്കല്ല, ഇത് ഒരു മെയിൽ ഗാർഡിന്റെ വേഷം കെട്ടി നിൽക്കുന്ന ഒരു പെണ്ണാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം സാധാരണ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു കൈൻഡ് ഓഫ് പെർഫ്യൂമിന്റെ മണമാണ് ഇവരിൽ നിന്ന് വരുന്നതും. മനസ്സിലായ കാര്യങ്ങൾ ഷെൻസി പുറമെ പ്രകടിപ്പിക്കാതെ, ശരി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതല്ലേ, നമുക്ക് ചായ കുടിച്ച് സംസാരിക്കാന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുന്നു. ഈ ടീം അവളൊരു പെൺകുട്ടിയല്ലെന്ന കാര്യം ഇൻഡയറക്റ്റ് ആയി ഷെൻസി ചോദിക്കുമ്പോഴേക്കും താൻ പെണ്ണാണ് എന്നത് സമ്മതിക്കാതെ പതിയെ തന്റെ വാളെടുക്കാനായി ഒരുങ്ങുന്ന അവരെ കാണുമ്പോഴേക്കും ഷെൻസി, നിങ്ങളിപ്പോ കുടിച്ച ടീ ഇല്ലേ, അതില് ഞാൻ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞൊന്ന് പേടിപ്പിക്കുന്നുണ്ട്. അതിന് മറുമരുന്ന് നിന്നാന്ന് പറഞ്ഞ് അടുത്തൊരു കപ്പ് നേർക്ക് നീട്ടുമ്പോഴേക്കും പെട്ടെന്ന് പേടിച്ച് അവരത് കുടിക്കുന്നുണ്ട്. ആക്ച്വലി ഷെൻസി ഒന്ന് പേടിപ്പിച്ച് സത്യം പറയിക്കാനായി നോക്കിയതാണ്, അല്ലാതെ അവൾ വിഷം ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു സാമ്പ്രാണി വേണ്ടി വന്നാൽ ആളെ മയക്കാനായി ഷെൻസിക്ക് ഉപയോഗിക്കാനായി സാധിക്കും. എന്തായാലും ആകെ പേടിക്കുന്നവർ തന്റെ പേര് ബു എന്നാണെന്നും താൻ ഷെൻസി പറഞ്ഞ കണക്ക് തന്നെ ഒരു പെൺകുട്ടിയാണ്. പക്ഷെ ഷെൻസി ഇവിടെ എത്തിയെന്നും ഷെൻസിയെ പറ്റിയുള്ള കാര്യങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്തപ്പോ ഷെൻസിയുടെ കൂടെ കൂടാനായിട്ട് തോന്നി. ഷെൻസിക്ക് ഇവിടെ നേരെ കുറച്ച് അറ്റാക്ക് ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ താൻ ഒരു ഗാർഡായി എത്തിയാൽ മാത്രമേ തന്നെ കൂടെ കൂട്ടാൻ സാധ്യതയുള്ളൂ എന്ന് തോന്നി അങ്ങനെ വന്നതാണ്. അല്ലാതെ ഉപദ്രവിക്കാനൊന്നും യാതൊരു ഉദ്ദേശവും എനിക്കുണ്ടായിരുന്നില്ല. എന്നെ ഒരു സിസ്റ്ററായി കണ്ട് കൂടെ കൂട്ടിക്കൂടെ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാതെ ആരെയും കൂടെ കൊണ്ടു നടക്കില്ല. എന്തായാലും ആക്ച്വലി ജനിച്ചപ്പോഴേ ഒരു പെൺകുട്ടിയായിട്ടാണ് ജനിച്ചതെങ്കിലും ജനിച്ചത് ഇമ്പീരിയൽ ഗാർഡായി പ്രവർത്തിക്കുന്നവരുടെ ഫാമിലിയിലായതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ ഒരേ ഒരു അനന്തരാവകാശിയായ ഇവൾ ഒരു പെൺകുട്ടിയാണ്, ഒരു ആൺകുട്ടിയല്ല എന്നൊരു കാര്യം ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയുടെ മിലിറ്ററി പവർ നഷ്ടപ്പെടുന്നതായിരിക്കും. കൂടാതെ അത്തരം സാഹചര്യങ്ങളിലേക്ക് കുടുംബം ചെല്ലാതിരിക്കാനും മുന്നോട്ട് ജീവിക്കുമ്പോൾ ഒരു പെൺകുട്ടി എന്നതിനേക്കാൾ ആൺകുട്ടി എന്ന രീതിക്ക് ജീവിച്ച കുറച്ച് കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാം, നേരെ വരുന്ന അറ്റാക്സ് ഒക്കെ ഒരുവിധം കുറയും എന്നൊക്കെയുള്ള ഒരു ധാരണ കൊണ്ട് കുട്ടിക്കാലം മുതലേ അത്തരം ഒരു ജീവിത രീതിയിലാണ് ബു ജീവിച്ചിരുന്നത്. അവളുടെ പേര് ബു എന്നാണ്. ശരീരം കൊണ്ടൊരു പെൺകുട്ടിയാണെങ്കിലും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു ആൺകുട്ടിയായി അവൾ ജീവിക്കുന്നു. ഞാൻ എന്തായാലും കൂടെ കൂട്ടാം, പക്ഷെ ഞാൻ ഒരു കാര്യവും ചുമ്മാ അതങ്ങ് ചെയ്യില്ല. അതുകൊണ്ട് എനിക്ക് എന്താണ് ലാഭം എന്ന് നോക്കി മാത്രമേ ഞാൻ ആരെയും കൂടെ കൂട്ടാറുള്ളൂ, എന്ത് കാര്യങ്ങളും ചെയ്യാറുള്ളൂ. അത് നോക്കിയും കണ്ടു എന്നെ കൂടെ നിന്നാ മതി എന്ന് ഷെൻസിയും പറയുന്നു. എന്തായാലും എല്ലാവരും ഷെൻസിക്ക് ഓരോ ഗിഫ്റ്റുകൾ കൊടുത്തു, താൻ മാത്രം ഒന്നും കൊടുത്തില്ല എന്ന ഒരു കാര്യം കൊണ്ട് ക്രൗൺ പ്രിൻസ് യോങ് ആകട്ടെ ഒരു പ്രത്യേക ടൈപ്പ് ഇങ്കാണ് ഷെൻസിക്ക് ഗിഫ്റ്റായി കൊടുത്തു വിടുന്നത്. ആ ഒരു ഇങ്ക് വർഷത്തിൽ ഒന്ന് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. പൊതുവെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ തന്നെ മുന്നേ നമ്മൾ കണ്ടിരുന്ന പ്രിൻസ് നിങ്ങിന് വേണ്ടിയാണ്. കാരണം നിങ് പെയിന്റിങ്ങിലൊക്കെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഈ പ്രത്യേക ഇങ്ക് വെച്ചാണ് നിങ്ങ പെയിന്റ് ഒക്കെ ചെയ്യാറ്. പക്ഷെ ഇത്തവണത്തെ ഇത് നിങ്ങിന്റെ കയ്യിൽ എത്തിയില്ല. അത് യോങ് ഷെൻസിക്ക് വേണ്ടി കൊടുത്തു വിട്ടു എന്ന കാര്യം അറിഞ്ഞ് ഷെൻസി അത് യോങ് തനിക്ക് കൊടുത്തു വിട്ടതാണെങ്കിലും അത് തന്റെ ോട് ഫ്രണ്ട്സ് നിങ്ങനെ തന്നെ ഇത് കൊണ്ടു കൊടുക്കണം, ആൾക്കിത് ഉപകാരമുള്ളതല്ലേ, എന്റെ കാര്യം പറഞ്ഞ് എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരുന്ന ഈ ഒരു പ്രത്യേക ഇങ്ക് പ്രിൻസ് നഷ്ടപ്പെടുത്തണ്ടെന്ന് പറഞ്ഞത് കൊടുക്കുന്നുണ്ട്. ഷെൻസിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാമ്പ്രാണിയുടെ ഒക്കെ കാര്യങ്ങളാണല്ലോ നിങ്ങ ഷെൻസിക്ക് ഗിഫ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങിന് ഇഷ്ടമുള്ള ഇത് തന്റെ കയ്യിൽ കിട്ടുമ്പോൾ അത് നിങ്ങിന് കൊടുക്കാനായി തന്നെ അവൾ തീരുമാനിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ തോഴിമാർക്ക് നിങ്ങിനോട് ഷെൻസിക്ക് എന്തെങ്കിലും താല്പര്യം തോന്നി തുടങ്ങിയോ എന്നൊരു ഡൗട്ടും ഫീൽ ആവുന്നുണ്ട്. അന്ന് അവിടെ ക്യാപിറ്റലില് മൂൺ ഫെസ്റ്റിവൽ നടക്കാണ്. അത് എൻജോയ് ചെയ്യാൻ വേണ്ടി ഷെൻസിയും തോഴിമാരും പോകുന്നുണ്ട്. അവിടെ ഒരുപാട് റാന്തലുകള് ആകാശത്തേക്ക് കത്തിച്ചു വിടുന്നുണ്ടായിരുന്നു. അത് കാണുന്ന ഷെൻസിക്ക് ചില റാന്തലുകളിൽ ചില ഇമേജസ് ഷാഡോ കണക്ക് എൻഗ്രേവ് ചെയ്തിരിക്കുന്നത് കാണാം. അത് ശ്രദ്ധിക്കുന്ന അവൾ ആ ഒരു പ്രത്യേക സുഗന്ധം വന്ന അവളെ 2 തവണ സഹായിച്ച ആ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിരുന്നില്ലേ, ആ സമയത്തുണ്ടായിരുന്ന ചില മൊമെന്റ്സ് ആണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇവിടെ എങ്ങാനും ഉണ്ടാവൂ എന്ന ചിന്തയില് ഷെൻസി ചുറ്റിനു നോക്കുമ്പോഴേക്കും ദൂരെയായി അവൾക്ക് ഒരാളെ കാണാം. അയാൾ മുഖം മറച്ചിരിക്കുകയാണ്. പക്ഷെ ഷെൻസി നോക്കുന്നത് കണ്ട് ഷെൻസിക്ക് നേരെ കൈവീശി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നു. ഇത് ആ മനുഷ്യനാണ് എന്ന് ഷെൻസിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും അവൾക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കാരണം അവൾ കമാൻഡേറ്ററി പ്രിൻസസ് ആണ്. അധികം വൈകാതെ ഒരു പ്രിൻസിനെ കല്യാണം കഴിക്കാൻ പോവാണ്. ഇവിടെ ഇത്രയും പേര് നിൽക്കുന്ന ടീം അവൾ ഒരാളെ തപ്പി നടക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു ചാൻസ് മിസ്സാവുമ്പോൾ അവൾക്ക് നല്ല നിരാശ തോന്നുന്നുണ്ട്. കാരണം അത് ആരാണ് എന്താണെന്ന് അറിയാനേ വളരെ വലിയ ആകാംക്ഷ ഷെൻസിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഷെൻസിക്ക് ചെറിയൊരു പണി കൊടുത്ത് അവിടെ നിന്ന് നമ്മുടെ യോങ് എസ്കേപ്പ് ആവുകയും ചെയ്യുന്നു. അവന്റെ മുഖം അവളുടെ മുന്നിൽ അവൻ
വെളിപ്പെടുത്തിയതുമില്ല. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ കാണുമ്പോഴേക്കും ഷെൻസിയുടെ സ്റ്റെപ്പ് സിസ്റ്ററായ റുവോയെ കാണാനായി അവിടേക്ക് പ്രിൻസ് നിങ് എത്തിയിട്ടുണ്ടായിരുന്നു. നീ എന്തെന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്നൊക്കെ ഇവർക്കിടയിൽ എന്തോ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന കണക്ക്. എന്നാൽ ഇപ്പൊ ഒരു അകൽച്ച റുവോ കാണിക്കുന്ന പരിഭവത്തില് നിങ് പറയുമ്പോഴേക്കും നമ്മൾ തമ്മിൽ വലിയ ഇഷ്ടമാണ്, നമ്മൾ ഒന്നിക്കൊന്നൊക്കെ ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പോ എന്റെ ചേച്ചിക്ക് വന്നിരിക്കുന്ന വിവാഹാലോചനയില് നിങ്ങളും ഇല്ലേ, നിങ്ങളെ എന്റെ ചേച്ചി കല്യാണം കഴിക്കാനായി സാധ്യതയില്ലെന്നെല്ലാം അവൾ സങ്കടപ്പെട്ട് പറയുമ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ, നിന്നെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. പക്ഷെ നിന്റെ ചേച്ചിയായിട്ട് നടക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ എന്റെ അച്ഛന്റെ ഏർപ്പാടാ. ഞങ്ങൾ രാജകുമാരന്മാരിൽ ഒരാളെ നിന്റെ ചേച്ചി തിരഞ്ഞെടുക്കണം. അത് ഞാൻ ആവരുത് എന്നാണ് എന്റെ ആഗ്രഹവും പ്രാർത്ഥനയും. അല്ലാതെ ഞാനായിട്ട് ഒരിക്കലും അവളെ തിരഞ്ഞെടുക്കാൻ പോകുന്നില്ല എന്ന് പ്രിൻസ് നിങ് അവിടെ റുവോയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇവർക്കിടയിൽ പ്രണയം ഉണ്ടായിരുന്നെന്ന് ഇതോടുകൂടി കൺഫേം ആവുന്നുണ്ട്. എന്തായാലും അച്ഛൻ ഏർപ്പാടാക്കുന്നതല്ലേ, എനിക്കതിൽ യാതൊരു ബന്ധവും ഇല്ലാന്നെല്ലാം പ്രിൻസ് നിങ് പറഞ്ഞ് റുവോയെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും എന്ത് തന്നെയാണെങ്കിലും എന്റെ ചേച്ചിയുമായി വിവാഹം നടക്കാൻ സാധ്യതയുള്ള ഒരാളാണ് നിങ്ങൾ. അതിലൊരു കാര്യത്തിൽ തീരുമാനമാവാതെ എനിക്ക് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്നെ ഇനി കാണാൻ വരരുതെന്ന് പറഞ്ഞ അവൾ സങ്കടത്തിൽ അയാളോട് പോകാനായി പറയാണ്. അങ്ങനെ നിങ് അവിടെ നിന്ന് പോയ ശേഷം കുറെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ഷെൻസി എത്തുന്നത്. ഇവിടെ എത്തുന്ന ഷെൻസി ഇവിടെ നിങ് വന്നതോ അല്ലെങ്കിൽ നിങ്ങിനും റുവോയ്ക്കും ഇടയിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നതോ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ എത്തുമ്പോൾ അവൾക്ക് റുവോയുടെ അടുത്ത് നിന്ന് വ്യത്യസ്തമായ ഒരു വാസന വരുന്നുണ്ട്. അത് ചന്ദനത്തിന്റെ വാസനയാണ്. ഇത്തരം വാസന തന്നെയാണ് പ്രിൻസ് നിങ് ഉണ്ടായിരുന്നപ്പോ ആളുടെ അടുത്ത് നിന്ന് വന്നിരുന്നത് എന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. ഈ ഷെൻസിയെ സംബന്ധിച്ച് എല്ലാം തന്നെ ഫ്രാഗ്രൻസ് വെച്ചുള്ള ഒരു കളിയാണ്. അവൾക്ക് എല്ലാവിധ ഫ്രാഗ്രൻസും നിമിഷ നേരം കൊണ്ട് ഓർമ്മയിൽ സൂക്ഷിക്കാനായി സാധിക്കും. അതുകൊണ്ട് തന്നെ പല മനുഷ്യരുടെയും സുഗന്ധം അവൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും, വേർതിരിക്കാനായി സാധിക്കും. ആക്ച്വലി അത് മുന്നേ ഒരു പ്രത്യേക ഇങ്ക് നിങ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നില്ലേ, ആ ഒരു ഇങ്കിന് ഒരു ചന്ദനത്തിന്റെ മണമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സ്മെല്ലാണത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും മനസ്സിൽ കൂട്ടി വായിക്കുമ്പോൾ ഡൗട്ട് തോന്നുന്ന ഷെൻസി വേഗം തന്നെ റുവോയെ വിളിച്ച് സംസാരിക്കുകയാണ്. നിനക്ക് പ്രിൻസ് നിങ്ങിനും ഇടയിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ഷെൻസി ചോദിക്കുമ്പോൾ ആദ്യം ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് റുവോ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും ഷെൻസി എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. അതേ നോക്ക്, നിനക്ക് പ്രിൻസ് നിങ്ങിനെ വലിയ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആള് നീ കരുതുന്ന അത്രയും നല്ലൊരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീയുമായിട്ട് ബന്ധമുള്ളപ്പോൾ തന്നെ അയാൾ എന്നെ കൺവിൻസ് ചെയ്യാനായി നോക്കുന്നുണ്ടായിരുന്നു, എനിക്ക് സമ്മാനങ്ങൾ തരുന്നുണ്ടായിരുന്നു. എന്നോട് നീയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു സൂചന പോലും തന്നില്ല. തന്നെങ്കിൽ ഒരിക്കലും ഞാൻ അയാളെ തിരഞ്ഞെടുക്കാൻ പോവുകയോ അത്തരം ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയോ ചെയ്യില്ല. പക്ഷെ എന്നിട്ടും നിന്നെ സ്നേഹിച്ചുകൊണ്ട് അയാൾ ഞാനുമായി ബന്ധം സ്ഥാപിക്കാൻ നോക്കിയെങ്കിൽ അയാൾ ആളത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നീ ഈ ചതിയിൽ ചെന്ന് ചാടരുത് എന്ന് ഷെൻസി അനീതിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇതേ ടീം നിങ്ങിന്റെ യഥാർത്ഥ സ്വഭാവവും ഷെൻസിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ആക്ച്വലി നിങ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആ ഒരു കാര്യം ഷെൻസിക്ക് അത്തവണ നിങ്ങിന് കിട്ടാതെ അത് സമ്മാനമായി കൊടുക്കുകയും കൊടുക്കും അത് ഷെൻസി തന്നെ അതിന്റെ ആ ഒരു വാസനയും കാര്യങ്ങളും മനസ്സിലാക്കി ഇപ്പോൾ നിങ്ങിന് അത് തിരിച്ചു കൊടുക്കുകയും അതുവഴി നിങ്ങിന്റെ ആ ഒരു സ്മെല്ലിന്റെ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ഷെൻസി ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇത് തന്നെയായിരുന്നു അത്തരം ഒരു സമ്മാനം ഷെൻസിക്ക് കൊടുക്കുമ്പോൾ ക്രൗൺ പ്രിൻസ് യോങ്ങും മനസ്സിൽ ലക്ഷ്യം വെച്ചിരുന്നത്. മുന്നേ പ്രിൻസ് യുവിനുള്ള ആ ഒരു ബന്ധത്തിന്റെ കാര്യം ഷെൻസിയെ ഇൻഡയറക്റ്റ് ആയി അറിയിക്കാനായി യോങ്ങിന് സാധിച്ചു. ഇപ്പോ പ്രിൻസ് നിങ്ങിനെ പറ്റിയുള്ള ഇത്തരം ഒരു കാര്യവും ഷെൻസിയെ നേരിട്ട് ചെന്ന് പറഞ്ഞു കൊടുത്ത് അയാളുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലേ, ആ പ്രിൻസ് ഇങ്ങനെയാണ് എന്ന് നേരിട്ട് ചെന്ന് മറ്റൊരാളുടെ കാര്യങ്ങൾ ഗോസിപ്പ് പറയും കണക്ക് പറഞ്ഞു കൊടുക്കാതെ ഇൻഡയറക്റ്റ് ആയി ഷെൻസിയെ അത് അറിയിച്ചെടുത്ത് അവരെ പറ്റിയുള്ള ഷെൻസിയുടെ ഇംപ്രഷൻ മോശമാക്കുക, അവരുടെ യഥാർത്ഥ കാര്യങ്ങൾ ഷെൻസി മനസ്സിലാക്കുക എന്നതൊക്കെയാണ് യോങ് ഇവിടെ ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. അങ്ങനെ ലിസ്റ്റിലെ രണ്ടാമത്തെ ആളെയും കട്ട് ഓഫ് ചെയ്യാനായി യോങ്ങിന് സാധിച്ചിരിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ബൂ ആകട്ടെ ഷെൻസിയുടെ കൂടെ അവളുടെ ഗാർഡായി പ്രവർത്തിക്കുകയാണല്ലോ. ഇതിന്റെ ഇടയിൽ ബൂവിനെ പലതവണ കണ്ട് അവിടെയുള്ള റോയൽ ഫാമിലിയിലെ ഒരു മെമ്പറായ പ്രിൻസസ് ആനിന് ബൂവിനോട് ഒരു താല്പര്യം തോന്നുകയും ബൂവിനെ തന്റെ പാർട്ട്ണർ ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ പുറകെ നടക്കുകയാണ് പ്രിൻസസ് ആൻ എന്ന കാര്യങ്ങളൊക്കെ ഷെൻസിയോട് ബൂ പറയുന്നുണ്ട്. അതിനെന്താ, നടക്കട്ടെ, അതൊക്കെ ഒരു നല്ല കാര്യമല്ലെന്നെല്ലാം ഷെൻസി പറയുമ്പോൾ അങ്ങനെ നടന്നാൽ എങ്ങനെ ശരിയാവും? അവര് വിചാരിക്കുന്ന കണക്ക് എനിക്ക് അവരുടെ പാർട്ട്ണർ ആവാൻ പറ്റുമോ? അവരൊരു പെൺകുട്ടി, ഞാനും ഒരു പെൺകുട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ പാർട്ട്ണറായ എന്റെ കള്ളി വിളിച്ചതാവില്ലേ? ഞാനൊരു ആൺകുട്ടിയല്ല പെൺകുട്ടിയാണെന്ന് എല്ലാവരും അറിയില്ല, അതെങ്ങനെ ശരിയാവുന്നില്ല. ബൂവിനാകെ ടെൻഷൻ ആകുമ്പോഴേക്കും ഇത് നിന്റെ പ്രശ്നമല്ലേ, അതിലിപ്പോ ഞാനെന്ത് ചെയ്യാനാണെന്ന് ഷെൻസി പറയുന്നുണ്ടെങ്കിലും തന്നെ ഇപ്പോ സഹായിച്ച അതിനെന്നുള്ള കടപ്പാട് താൻ ഷെൻസിയോട് കാണിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി ബൂ റിക്വസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഷെൻസി ശരി സഹായിക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ബൂവിനെ സഹായിക്കാൻ വേണ്ടി അടുത്ത ദിവസം ക്യാപിറ്റലില് ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ നോബിൾ ഫാമിലിയിലെ എല്ലാ പെൺകുട്ടികളും അത് അറ്റൻഡ് ചെയ്യണം. അവിടെ ഷെൻസി പോകുമ്പോൾ കൂടെ ബൂവിനെയും കൂട്ടുന്നുണ്ട്. അവിടെ പ്രിൻസസ് ആൻലിംഗും വരുന്നുണ്ടായിരുന്നു. പ്രിൻസസ് ആൻലിങ്ങിന് ബൂവിനോട് ഒരു താല്പര്യമുണ്ട്, അതെങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം എന്നതാണല്ലോ അവരുടെ കൺസേൺ. അതുകൊണ്ട് തന്നെ പ്രിൻസസ് ആൻലിങ്ങിന്റെ മുന്നിൽ അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിട്ടുള്ള ജിന്നുമായി കുറച്ച് ക്ലോസ് ആയി ബിഹേവ് ചെയ്യാനായി ഷെൻസി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ജിൻ കുറച്ച് റഫ് ആൻഡ് ടഫ് ആണ്. ഷെൻസിയുടെ വാക്ക് കേട്ട് പുറകെ കൂടിയിരിക്കുന്ന ബൂവിനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. പക്ഷെ ഇത് മാറി നിന്ന് കാണുന്ന ആൻലിങ്ങിന് ബൂ ഒരു പയ്യനായിട്ടും മറ്റൊരു പയ്യനായ ജിന്നിനോട് അവന് വല്ലാത്തൊരു അടുപ്പമുണ്ട് എന്നൊരു തോന്നലുണ്ടാവുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടാവുന്നു. ഇതേ ടീം പ്രിൻസസ്
ആനുമായി നല്ലൊരു കമ്പനി ഉണ്ടാക്കാനായി ഷെൻസിക്ക് സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഷെൻസിയുടെ കാര്യത്തിൽ കുറെ കുശുമ്പ് മൂത്ത പെൺകുട്ടികളും ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനായി വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഷെൻസിയോട് പ്രശ്നം ഉണ്ടാക്കാനായി നോക്കുമ്പോൾ ഷെൻസി പക്ഷെ നൈസായി തന്നെ അവർക്ക് തിരിച്ച് പണി കൊടുക്കുന്നുണ്ടായിരുന്നു. ഷെൻസി അവിടെയുള്ള പോണ്ടിൽ തള്ളിയിടാനായി ആ കൂട്ടത്തിലെ ഹെഡായ പീലിംഗ് പ്രിൻസസ് നോക്കുമ്പോഴേക്കും ഷെൻസി പക്ഷെ തന്ത്രപരമായി ഒഴിഞ്ഞു മാറുകയും ആ പ്രിൻസസ് തന്നെ വെള്ളത്തിൽ വീഴുകയും ചെയ്യുന്നു. തുടർന്ന് അവൾ വലിയൊരു ഡ്രാമ തന്നെ അവിടെ നടത്തുന്നുണ്ട്. ഷെൻസി തന്നെ വെള്ളത്തിൽ ഇട്ട് കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് അവിടെ വലിയ സീൻ ഉണ്ടാക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന രാജാവും ക്രൗൺ പ്രിൻസ് യോങ്ങും മറ്റുള്ളവരും എല്ലാം അവിടെ ഒത്തുകൂടുന്നുണ്ട്. ഷെൻസിയോട് അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ ഷെൻസി തനിക്ക് നേരെ ഇവിടെ വന്നപ്പോ തൊട്ട് ഇവർ വെറുതെ ഓരോന്നും പറഞ്ഞ് കമന്റ് അടിക്കുകയും തന്നെ വെള്ളത്തിലിടാനായി നോക്കുകയും ഒക്കെ ആയിരുന്നു, അല്ലാതെ താനായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നത് ഷെൻസി പറയുമ്പോൾ അതാണ് സത്യം എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത് കേട്ടു നിൽക്കുന്ന പീലിംഗ് പ്രിൻസസിന്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അവരാകട്ടെ രാജാവിനോട് തന്റെ മകൾ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുമ്പോൾ എന്തായാലും എത്ര വലിയ ആളായാലും കമാൻഡേറ്ററി പ്രിൻസസ് ആയ ഷെൻസിയോട് അതിന്റെ യാതൊരു മര്യാദയും കാണിക്കാതെ ഇങ്ങനെ മോശമായി പെരുമാറി ഇവിടെ ഒരു സീൻ ഉണ്ടാക്കിയതിന്റെ പേരിൽ അങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ലെന്നും അതിന് തക്കതായ ശിക്ഷയുണ്ടെന്നും രാജാവും പറയുന്നു. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ കണ്ട് പ്രിൻസ് ഷെന്നും നിൽപ്പുണ്ടായിരുന്നു. അവിടെ ഷെൻസിയെ കാണുമ്പോൾ അവളുടെ ഓരോ മാനറിസംസ് കാണുമ്പോൾ ഒക്കെ തന്നെ തന്റെ മരണപ്പെട്ട വൈഫ് ക്വിങ്ഷിയാണ് ഷെന്നിന് ഓർമ്മ വരുന്നത്. എങ്ങനെ അവളെ കണക്ക് തന്നെ ഈ ഷെൻസിയും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ആ കൈയൊക്കെ എടുത്ത് സംസാരിക്കുന്ന സ്റ്റൈല്, ആ ഒരു സംസാരത്തിന്റെ ടോണ്, ഡ്രസ് ചെയ്യുന്ന രീതി ഒക്കെ ക്വിങ്ഷിയുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടല്ലോ, അതേ കണക്ക് തന്നെ ഉണ്ടെന്നല്ല ഷെൻസിയെ കാണുന്ന ഓരോ സമയത്തും ക്വിങ്ഷിയുടെ ഓർമ്മയാണ് ഷിന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം യോങ്ങിനെ കാണാനായി ഷെൻസി പോകുന്നുണ്ട്. ഒരു ഡേറ്റ് കണക്കാണ് പോകുന്നത്. കാരണം ഇനി അധികം ദിവസമില്ല, അധികം വൈകാതെ തന്റെ പ്രിൻസ് ആരാ എന്നത് ഷെൻസി തീരുമാനിച്ച് അറിയിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ആദ്യം അവൾ യോങ്ങിന്റെ കൂടെയാണ് ഡേറ്റിന് പോകുന്നത്. ആ ഒരു സമയത്ത് യോങ്ങുമായി സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും തന്റെയും യോങ്ങിന്റെയും ചിന്ത ഒരേ രീതിക്കാണ് പോകുന്നത്. ഒരേ ഇഷ്ടങ്ങളാണ് തങ്ങൾക്കുള്ളത് എന്ന കാര്യങ്ങളൊക്കെ ഷെൻസിക്കും യോങ്ങിനും പരസ്പരം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഷെൻസി യോങ് ആണോ തന്റെ പ്രിൻസ് എന്ന ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. എന്നിരുന്നാലും എങ്ങനെങ്കിലും ഷെൻസിയെ സ്വന്തമാക്കണം, ഷെൻസിയുടെ കൂടെ കുറെ നാൾ ജീവിക്കണം എന്ന ആ ഒരു കാര്യം കൊണ്ട് തന്നെ തന്റെ അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ് പിന്നീട് കുറച്ച് സീരിയസ് ആയി തന്നെ യോങ് നോക്കുന്നുണ്ട്. മുന്നേ ഇമ്മോർട്ടൽ വെയിൻ അവൻ തീരെ വയ്യാണ്ടായപ്പോ ഷെൻസി കൊടുത്തു ഉപയോഗിച്ചെങ്കിലും പൂർണ്ണമായി അവന്റെ അസുഖം മാറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിന്റെ യഥാർത്ഥ പവർ അന്ന് ഷെൻസിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി യോങ് ഉപയോഗിച്ചിരുന്നല്ലോ. അതിനുശേഷം വീണ്ടും അത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ പവർ കുറയുകയല്ലേ ഉള്ളൂ. എന്തായാലും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന അതേ ടീം തന്നെ ഷെൻസിക്ക് മുന്നിൽ ഉള്ള ആ ഒരു ലിസ്റ്റിൽ നിന്ന് 1-2 പേരെ കട്ട് ചെയ്യാനായി തനിക്ക് സാധിച്ചു. പക്ഷെ ഇനിയും അതിൽ പ്രിൻസ് ലീ ഒക്കെ ഉണ്ട്. അവരെയൊക്കെ എങ്ങനെയെങ്കിലും ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയാലേ തനിക്ക് ഷെൻസിയെ സ്വന്തമാക്കാൻ സാധിക്കും എന്നൊരു കാര്യം യോങ്ങിന്റെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ അവൻ ആ കാര്യങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കാണാം. ബൈ.